1947 ആഗസ്റ്റ് 14-ാം തീയതി അർദ്ധരാത്രി ലോകം മുഴുവൻ നിദ്രയിലാണ്ടപ്പോൾ 2 നൂറ്റാണ്ടുകാലം നീണ്ടുനിന്ന വിദേശാധിപത്യത്തെ തകർത്തെറിഞ്ഞ് ഭാരതം ഒരു പുത്തൻ യുഗത്തിലേക്ക് പ്രവേശിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ പൊൻവെളിച്ചത്തിലേക്ക് പദമൂന്നിയ ഭാരതാംബ 72 ആണ്ട് പിന്നിട്ടിരിക്കുകയാണ്. അതെ, ഓരോ ആഗസ്റ്റ് 15-നും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നാം ഈ സത്യം അയവറക്കുന്നു. അഹിംസയുടെ വഴിത്താരയിൽ അടിവെച്ച് മുന്നേറിയ മഹാത്മജിയും ആ തോളോട് ചേർന്ന് നിന്ന് ധീരധീരം ലംഘിച്ച ചാച്ചാജിയും സ്വാതന്ത്ര്യം നമ്മുടെ മൗലികാവശ്യമാണ് എന്നുറക്കെ പ്രഘോഷിച്ച ലോകമാന്യ തിലകൻ എനിക്ക് രക്തം തരിക, ഞാൻ സ്വാതന്ത്ര്യം നേടിത്തരാം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനത്തെ സംഘടിപ്പിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസും അവരോടൊപ്പം ജന്മനാടിനു വേണ്ടി ജീവനർപ്പിച്ച അനേകം വീരപുരുഷന്മാരും സ്വപ്നം കണ്ട സ്വതന്ത്ര ഭാരതം ഇന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ അനർഘ നിമിഷത്തിൽ നമുക്ക് സന്തോഷിക്കാം, ആഹ്ലാദിക്കാം. സ്വാതന്ത്ര്യത്തിന്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ എന്തു തിന്മയും ചെയ്യാനുള്ള സമ്മതപത്രമല്ല സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നത്. സമൂഹത്തിന്റെ കൂട്ടായ്മയും പുരോഗതിയും ഉണ്ടാകാനാണ് സ്വാതന്ത്ര്യം കാരണമാകേണ്ടത്. ഒരു വികസ്വര രാഷ്ട്രമെന്ന നിലയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഭാരതത്തെ ദുർബലപ്പെടുത്താൻ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഉണ്ടാകുന്ന പരിശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്നായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. എല്ലാ ഭേദവിചാരങ്ങളും മറന്ന് നമ്മുടെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ നാം തയ്യാറാകണം. നമ്മുടെ പൂർവികർ നേടിത്തന്ന സ്വാതന്ത്ര്യം പരിപാലിക്കാൻ നമുക്ക് കഴിയുമെന്ന് തെളിയിക്കണം. അതനുസരിച്ച് പ്രവർത്തിക്കാനും ഉറച്ച തീരുമാനമെടുക്കാനുള്ള അവസരമായി ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തെ നമുക്ക് ഉപയോഗിക്കാം. ജയ് ഹിന്ദ്.